നമസ്കാരം. കേരള നിയമസഭയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായ ഒരു ഇവൻ്റാണ് KLIBF, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. ഈ KLIBFൻ്റെ 4th എഡിഷൻ 2026 ജനുവരി മാസം 7 മുതൽ 13 വരെ നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് നടക്കുകയാണ്. KLIBF എന്ന ഫെസ്റ്റിവൽ ഈ നിലയിൽ വിജയിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഫെസ്റ്റിവലാണ് KLIBF. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലിറ്റററി ബുക്ക് ഫെസ്റ്റിവലിനകത്ത് ഏറ്റവും സജീവ സാന്നിധ്യമായി മാറാൻ KLIBFന് സാധിച്ചു. ആ നിലയിലേക്ക് ഇത് മാറാൻ കാരണം ജനങ്ങളും പൊതുസമൂഹവും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒരു ലെജിസ്ലേച്ചർ പ്രിമൈസസിനകത്ത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ സാധിക്കുന്നു, അവർക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു, അവർക്ക് നിയമസഭ കാണാൻ സാധിക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ വർഷവും ഇതിൻ്റെ പ്രസാധകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ എക്സ്ക്ലൂസീവായ ഒരു സ്റ്റെറൈൽ ഏരിയയിൽ ഏത് സാധാരണക്കാരനായ പ്രസാധകന്മാർക്കും എളുപ്പത്തിൽ കടന്നു വന്ന് അവരുടെ പുസ്തകങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനും വിൽക്കാനും സാധിക്കുന്ന ഒരു കേന്ദ്രമായി KLIBFൻ്റെ ബുക്ക് സ്റ്റാളുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, ഞങ്ങളുടെ ആഗ്രഹം ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവലിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം എത്തിക്കാൻ സാധിക്കുന്ന ഒരു ബുക്ക് ഫെസ്റ്റിവലായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ഓരോ വർഷവും ഈ ബുക്ക് ഫെസ്റ്റിവൽ ജനങ്ങളുടെ പങ്കാളിത്തം കൂടുന്നു, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൂടുന്നു, ഇതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ KLIBFൻ്റെ 4th എഡിഷനും ആ രീതിയിൽ വൻ വിജയകരമായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എപ്രകാരമാണോ 1 to 3 KLIBF നിങ്ങൾ വിജയിപ്പിച്ചത്, അതേ അർത്ഥത്തിൽ KLIBFൻ്റെ 4th എഡിഷന് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ യുവപ്രസാധകന്മാർ, യുവ എഴുത്തുകാർ, കവികൾ, അവർക്കൊക്കെ ഒത്തൊരുമിച്ച് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന വേദിയായി KLIBF മാറി എന്നുള്ളതാണ്. അതുതന്നെയാണ് KLIBFന് ഇത്രയധികം പോപ്പുലാരിറ്റി ലഭിക്കാനിടയായതും. KLIBFൻ്റെ 4th എഡിഷൻ ജനുവരി 7 മുതൽ 13 വരെ നിയമസഭ അങ്കണത്തിൽ വെച്ച് നടക്കുമ്പം എപ്രകാരമാണോ ഇന്നലകളിൽ ഞങ്ങളുമായി സഹകരിച്ചത്, ആ അർത്ഥത്തിൽ ഞങ്ങളുമായി സഹകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.